കണ്ണൂർ എയർപോർട്ടിനെ കാർഗോ ഹബ്ബായി ഉയർത്താൻ കേന്ദ്രം തീരുമാനിച്ചു. കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജുകളിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിനെ ഒഴിവാക്കി. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് ഇക്കാര്യം നേരിട്ടറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവും മന്ത്രി കെ വി തോമസിന് കൈമാറി. കാർഗോ ഹബ്ബാകുമോ? അതിനുള്ള സഹായകരമായി മാറും. നമ്മൾ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്ന കാർഗോ മാത്രമല്ല, പാസഞ്ചർ ട്രാഫിക് കൂടെ അവിടെ നിന്ന് മെച്ചപ്പെടുത്തണം. അതിന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് അനുവദിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ മാത്രമാണ് ഈ കൊച്ചിയിലും തിരുവനന്തപുരത്ത് കൂടുതലുള്ളത് കൊച്ചിയിലാണ്. ഏറ്റവും കൂടുതൽ കാർഗോ പോകുന്നത് കൊച്ചിയിലാണ്. ഈ നിലപാടുകള് കണ്ണൂർ എയർപോർട്ടിന്റെ വികസനത്തിന് നിർണായകമാണ്. മലബാറിന്റെ വികസനത്തിന് നിർണായകം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, ഇപ്പോൾ ഈ പറയുന്നത് പോലെ കണ്ണൂരിന്റെ വികസനത്തിന് വലിയ നാഴികക്കല്ലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് കെ വി തോമസിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്തരത്തിലാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കഴിഞ്ഞ മെയ് 5-ന് മുഖ്യമന്ത്രി തന്നെയാണ് ഇത് സംബന്ധിച്ച ആവശ്യം ആദ്യമായി നിർമ്മല സീതാരാമന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം കണ്ണൂരെ സംബന്ധിച്ചോളം, കണ്ണൂർ മലബാറിൽ കാർഗോ മൂവ്മെന്റ്, എയർ കാർഗോ മൂവ്മെന്റിനെ സംബന്ധിച്ചോളം വളരെയധികം പ്രശ്നമാണ് സൃഷ്ടി. കണ്ണൂർ എയർപോർട്ടിലെ കാർഗോ ഒക്കെ കസ്റ്റംസ് ചാർജ് സെസ് വളർത്തുന്നു. അതുകൊണ്ട് തന്നെ കാർഗോ ലാഭകരമല്ല എന്നായിരുന്നു കേരള സർക്കാരും കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിയും സിവിലിയേഷൻ സെക്രട്ടറി, കേരളത്തിന്റെ ജനറൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു ജലതിലകം ഇദ്ദേഹത്തെ ഈ കാര്യം അറിയിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, നിരവധി തവണ ചർച്ചകൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നടന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ മാസം 11-ാം തീയതി ഇത് സംബന്ധിച്ച കസ്റ്റംസ് ബോർഡ് തീരുമാനമെടുക്കും. ഈ ബോർഡിന്റെ തീരുമാനം ധനകാര്യ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. ഈ ധനകാര്യ മന്ത്രിയുടെ ഈ ഉത്തരവാണ് ഇന്ന് കെ വി തോമസിന് കൈമാറിയിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം 11 മണിക്ക് നിർമ്മല സീതാരാമൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹമന്ത്രി ഈ ഉത്തരവ് കെ വി തോമസിന് നൽകിയത്. സംഗീത. ശരി ശരത് ലാൽ.